ശ്രീ ഷാബു പ്രസാദ്, ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ BJPയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ലക്ഷ്യം, യാത്ര, പൂർത്തീകരണം അതൊക്കെയാണ്. അത്രയേറെ വലിയ അഭിമാന സ്തംഭമാണ്. അവിടെ ഇങ്ങനെ ഒരു ക്രമക്കേട് നടന്നു, സംഭാവനകൾ പലതും കാണാതെ പോകുന്നു, ഇങ്ങനെയൊക്കെയുള്ള ആരോപണങ്ങൾ ഉയരുന്നത് വലിയ തിരിച്ചടിയല്ലേ? ഇല്ല, ഇവിടെ തിരിച്ചടിയുടെ പ്രശ്നമല്ല. കാര്യം ഇങ്ങനെയുള്ള ഒരു കോടിക്കണക്കിന് രൂപ കൈകാര്യം ചെയ്യപ്പെടുന്ന ഒരു സ്ഥലത്ത്, ഒരു ഇടത്ത്, പ്രത്യേകിച്ച് ഈ ആരാധനാലയവുമായിട്ട് ബന്ധപ്പെട്ട് അവിടെ ക്രമക്കേടുകളോ അല്ലെങ്കിൽ മോഷണങ്ങളോ നടക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണത്. അതിന് ഈ പറഞ്ഞ പോലെ വിശ്വാസിയെന്നോ അവിശ്വാസിയെന്നോ അല്ലെങ്കിൽ BJP എന്നോ കോൺഗ്രസ് എന്നോ ഒന്നും അവിടെ വ്യത്യാസമില്ല. അവിടെ അതിനുള്ള സാധ്യത വളരെ കൂടുതലാണ് എപ്പോഴും. അത് അവിടെ വരുന്ന പ്രത്യേകിച്ച് അതിൻ്റെ സമ്പത്തിൻ്റെ അളവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ കൂടുതലാണത്. അത് സംഭാവനയായിട്ട് വരുന്നതാണ്. പലപ്പോഴും അതിന് ഇങ്ങനെ റെസിപ്റ്റോ കണക്കുകളോ അങ്ങനെയൊന്നും ഉണ്ടാവില്ല. അതുപോലെയാണ് സമ്പത്ത് അവിടെ ഒഴുകിയെത്തുന്നത്. തീർച്ചയായും അതുമായിട്ട് ബന്ധപ്പെട്ട് അതിൻ്റെ അകത്ത് കള്ളന്മാർ കയറിയിട്ടുണ്ടാകാം, അതിൻ്റെ അകത്ത് കടന്നു കൂടിയിട്ടുണ്ടാകാം. തീർച്ചയായിട്ടും അതിനുള്ള സാധ്യതയൊന്നും ഒരിക്കലും നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല. തീർച്ചയായിട്ടും അയോധ്യയിൽ നിന്ന് വരുന്ന ഈ വാർത്തകൾ ഈ പറഞ്ഞ രാജ്യത്തെ രാമഭക്തരെ സംബന്ധിച്ചിടത്തോളം ഒക്കെ വളരെ വളരെ നമുക്ക് ആശങ്കയുണർത്തുന്ന വാർത്തയാണ്. എന്തായാലും അത്ര നിസ്സാരമായി ശ്രീ ഷാബു പ്രസാദ്, അതായത് അവിടെ അങ്ങനെ സംഭവിക്കാൻ സാധ്യതയുണ്ട്, അവിടെ അങ്ങനെ നടക്കില്ലേ? അങ്ങനെ എങ്ങനെയാണ് പറയുക? അവിടെ സുരക്ഷാ ജീവനക്കാർ ധരിക്കേണ്ട വസ്ത്രം, ഈ സുരക്ഷാ ജീവനക്കാർ എന്ന് ഉദ്ദേശിച്ചാൽ ഇതൊക്കെ കൈകാര്യം ചെയ്യുന്ന ജീവനക്കാർ ധരിക്കേണ്ട വസ്ത്രത്തെ പറ്റി വരെ SOP തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു എന്നാണ് കേൾക്കുന്നത്. അത് ആരാണ് തയ്യാറാക്കി കൊടുത്തത്? ഈ ക്ഷേത്രം നിർമ്മിച്ചത് ആരാണെന്നോ, നിർമ്മാണത്തിന് മേൽനോട്ടം വഹിച്ചത് ആരാണെന്ന് അങ്ങേക്ക് ഞാൻ പറഞ്ഞു തരണ്ടല്ലോ. അത് പ്രധാനമന്ത്രിയുടെ സെക്രട്ടറി ആയിരുന്ന ഉദ്യോഗസ്ഥൻ നേരിട്ടാണ്. അപ്പൊ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്ന ഒരു സ്ഥലത്ത് ഇങ്ങനെ ഒരു ക്രമക്കേട് വരുമ്പോൾ സ്വാഭാവികമായും അതൊരു വലിയ ചോദ്യമാണ്. അതെ, അല്ലെന്ന് ആര് പറഞ്ഞു? വളരെ വലിയ ചോദ്യമാണ്, വലിയ ആശങ്കയുള്ള കാര്യമാണ്. ശ്രീജ ആ പറഞ്ഞ എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. ഞാൻ എന്താ ഇവിടെ നിസ്സാരവൽക്കരിച്ചു എന്ന് പറയുന്നത്? രാജ്യത്തെ ഒരു സുപ്രധാന ക്ഷേത്രത്തിൽ, പ്രധാനപ്പെട്ട ക്ഷേത്രത്തിൽ, വളരെ വലിയ വരുമാനമുള്ള ലക്ഷക്കണക്കിന് ഭക്തൻ വരുന്ന ക്ഷേത്രത്തിൽ ഈ രീതിയിലുള്ള വലിയ സാമ്പത്തിക ക്രമക്കേട് നടന്നു എന്ന് പറഞ്ഞാൽ അത് വലിയ വിഷയം തന്നെയാണ്. അതിൻ്റെ അകത്ത് ഒരു നിസ്സാരവൽക്കരണം ഇല്ലെന്ന് മാത്രമല്ല, സത്യത്തിൽ ഇപ്പോൾ ഈ ചർച്ചയിൽ ഇതിനെ ഒരു മറ്റെവിടെയും നടക്കുന്നത് പോലെയുള്ള ഒരു സംഭവമായിട്ട് നിസ്സാരവൽക്കരിക്കാൻ ശ്രമിക്കുന്നത് ഒരുപക്ഷെ നിങ്ങളാണെന്ന് എനിക്ക് പറയേണ്ടി വരും. അത്ര ഗൗരവമുള്ള വിഷയമാണിത്. സംശയം എന്താ കാര്യത്തിൽ? എന്തായാലും ഇതിപ്പോൾ ആരോപണ ഘട്ടമാണ്. ഈ ആരോപണം വന്നിരിക്കുന്നു, ഗുരുതരമായ ആരോപണമാണ്. ഇപ്പം SIT രൂപീകരിച്ചിട്ടുണ്ട്, അതിൻ്റെ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. അതിൻ്റെ റിസൾട്ട് വരട്ടെ, നമുക്ക് ചർച്ച ചെയ്യാം. തീർച്ചയായിട്ടും ഈ ആശങ്ക ഉയർത്താനും അതിന് ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളും ഒക്കെ ഉണ്ടാവാനും സമൂഹത്തിൽ അത് ചർച്ച ചെയ്യാനും ചർച്ച ചെയ്യപ്പെടുകയും വേണം. നിശ്ചിതമായ രീതിയിൽ ചർച്ച ചെയ്യപ്പെടണം, വിമർശിക്കപ്പെടുകയും വേണം. വിമർശിക്കേണ്ട കാര്യങ്ങൾ വിമർശിക്കപ്പെടുകയും വേണം. അതിലൊരു സംശയവുമില്ല ശ്രീജ.